ഹലോ മൈ ഡിയേഴ്സ്, 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ 3rd ചാപ്റ്റർ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു മെമ്മോയറാണ്. APJ അബ്ദുൽ കലാമിൻ്റെ ഒരു മെമ്മോയർ അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പാണ് ഇത്. APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം കടമകൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കി വീട്ടിലെ ഒരു റെസ്പോൺസിബിൾ മെമ്പർ ആവുന്ന ഒരു കാഴ്ചയാണ് ഈ മെമ്മോറിയലിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Every morning, a large pile of newspapers in English and Tamil is delivered to me. During my travels abroad, I stay in touch with news from India. I do this by going online to read news articles and editorials in magazines and papers. എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും മോർണിംഗിൽ അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നെന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും ഇംഗ്ലീഷ് ആൻഡ് തമിഴ് ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഒരു ബണ്ടിൽ എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. അതായത് APJ അബ്ദുൽ കലാം സാറിന് കിട്ടാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അദ്ദേഹം വളർന്നു വലുതായിട്ട് എബ്രോഡിലൊക്കെ പോകുന്ന സമയത്ത് ഇന്ത്യൻ ന്യൂസിൻ്റെ ആ ഒരു ടച്ച് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എബ്രോഡൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു അവൈലബിലിറ്റി കുറയണ സമയത്തൊക്കെ അദ്ദേഹം എന്താണ് ചെയ്യാറുള്ളത്, ഓൺലൈനിൽ നിന്നും എന്ത് ചെയ്യും, ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, അതുപോലെ ആർട്ടിക്കിൾസ്, എഡിറ്റോറിയൽസ് ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു, റീഡ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താ മനസ്സിലാക്കുന്നത്, നമ്മളുടെ APJ അബ്ദുൽ കലാം ഇന്ത്യൻ ന്യൂസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അല്ലേ. I was born in the year 1931 when I was about 8. World War II broke out. Daily life, however, remained fairly unaffected initially, particularly for us in the southern tip of the country. 1931 നമ്മുടെ APJ അബ്ദുൽ കലാം ജനിക്കുന്നത് അല്ലേ. അദ്ദേഹത്തിനൊരു 8 വയസ്സുള്ളപ്പോഴായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത്. അബ്ദുൽ കലാമിൻ്റെ താമസ സ്ഥലത്തൊന്നും യുദ്ധത്തിൻ്റെ, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളൊന്നും അങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. The only source of information about the outside world was the newspaper. The agency that distributed newspapers was run by my cousin Samsuddin along with Jalaluddin. He was a big influence in my early life. Samsuddin had great affection for me and encouraged me in so many ways that he became a guiding light for me. പുറത്തുള്ള ഈ രണ്ടാം ലോക മഹായുദ്ധത്തിനെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ ഇവർക്ക് ആകെപ്പാടെ അറിഞ്ഞിരുന്നത് ഏത് വഴിയായിരുന്നു? അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം അറിഞ്ഞിരുന്നത് ന്യൂസ് പേപ്പർ വഴിയായിരുന്നു. ആ നാട്ടിലെ ന്യൂസ് പേപ്പർ ഏജൻസിയായി കൊണ്ട് നടക്കുന്നത് APJ അബ്ദുൽ കലാമിൻ്റെ കസിനായിരുന്ന ഷംസുദ്ദീൻ ആയിരുന്നു. APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ വ്യക്തികളായിരുന്നു ആരെല്ലാം? ഷംസുദ്ദീനും ജലാലുദ്ദീനും. ഓക്കെ, Samsuddin's newspaper agency was the only one in Rameshwaram. There were about 1,000 literate people in the town and he delivered newspapers to all of them. The papers carried news about the independence movement that was heading towards a crescendo at the time. These news items would be read and discussed among everyone. There would also be news from the war front about Hitler and the Nazi army. Paper Dinamani was the most popular of all. APJ അബ്ദുൽ കലാം പറയുകയാണ്, ഷംസുദ്ദീൻ, അതായത് അദ്ദേഹത്തിൻ്റെ കസിനാണ് ഷംസുദ്ദീൻ അല്ലേ. ഷംസുദ്ദീൻ അദ്ദേഹത്തെ, അതായത് APJ അബ്ദുൽ കലാമിനെ ഒരുപാട് മേഖലകളിൽ സഹായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ അദ്ദേഹം പറയുകയാണ്, എന്നോട് ഒരുപാട് സ്നേഹമുള്ള, അതായത് APJ അബ്ദുൽ കലാമിനോട് ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഷംസുദ്ദീൻ എന്ന് പറയുന്നത്. നല്ലൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തി കൂടെയായിരുന്നു ആര്? ഷംസുദ്ദീൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിനൊരു ന്യൂസ് പേപ്പർ ഏജൻസി കൊണ്ട് നടക്കുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ രാമേശ്വരത്തുള്ള ഒരേ ഒരു ന്യൂസ് പേപ്പർ ഏജൻസി ആരുടേതായിരുന്നു? ഷംസുദ്ദീൻ്റേതായിരുന്നു അല്ലേ. ആ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു, സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണല്ലോ നമ്മുടെ APJ അബ്ദുൽ കലാമിന്. അന്ന് 8 വയസ്സാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ
പ്രധാന വാർത്ത, ന്യൂസ് പേപ്പറിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് തന്നെ എന്തായിരുന്നു? സെക്കൻഡ് വേൾഡ് വാറിനെ പറ്റിയുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണല്ലേ. എവിടെ പോയാലും, ഇപ്പോൾ ഏതെങ്കിലും ഒരു കവലയിൽ ചെന്നാലും ഒക്കെ എവിടെ പോയാലും സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ചായിരിക്കും ആളുകളുടെ സംസാര വിഷയം. അതുപോലെ അവരുടെ സംസാരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും? ഹിറ്റ്ലറിനെ കുറിച്ചും നാസി ആർമിയെക്കുറിച്ചും ഒക്കെ ആളുകളുടെ ചർച്ചയിൽ വരാറുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തമിഴ് ന്യൂസ് പേപ്പറായ ദിനമണി ആയിരുന്നു ആ കാലഘട്ടത്തിലെ ഫേമസ് ന്യൂസ് പേപ്പർ. Okay, the way the papers reached Rameshwaram was quite unique. They came by morning train and were kept at Rameshwaram station. From there, they had to be collected and sent to all the subscribers. This was Samsudin's business and he managed it effortlessly. However, as World War II regard, it affected the newspaper delivery business in a strange way. അപ്പോൾ APJ അബ്ദുൽ കലാം സാർ പറയുകയാണ്, എന്താണ്, രാമേശ്വരത്തിലേക്ക്, അതായത് അവരുടെ നാട്ടിലേക്ക് ന്യൂസ് പേപ്പർ കൊണ്ടുവരുന്ന രീതി, അതായത് ഏജൻസി ഒരു ബണ്ടിലായിട്ട് കൊണ്ടുവരണമല്ലോ ന്യൂസ് പേപ്പർ, എന്നിട്ടല്ലേ അത് ഏജൻസികളാണ് ആ ഒരു പ്രദേശത്ത്, ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഏജൻസിക്ക് എങ്ങനെയാണ് ന്യൂസ് പേപ്പർ കിട്ടുന്നത് എന്നുള്ള കാര്യമാണ് APJ അബ്ദുൽ കലാം പറയുന്നത് കേട്ടോ. രാമേശ്വരത്തിലേക്ക് ന്യൂസ് പേപ്പർ കൊണ്ടുവരുന്ന രീതി എന്ന് പറയുന്നത് ഒരു യുണീക്കായ, ഒരു വ്യത്യസ്തമായ ഒരു വഴിയിലൂടെയാണ് അവർ ന്യൂസ് പേപ്പർ എത്തിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് ആ വ്യത്യസ്തത നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് രാമേശ്വരത്തേക്ക് പത്രം എത്തുന്നത്? രാവിലെ ട്രെയിനിലാണ് ന്യൂസ് പേപ്പർ വരുന്നത്. ഓക്കെ, അത് രാമേശ്വരം സ്റ്റേഷനിൽ വന്നിറങ്ങുന്നു. ട്രെയിനിൽ ബണ്ടിലുമായിട്ട് പേപ്പേഴ്സ് എത്തും. അത് രാമേശ്വരം സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കും. അവിടെ നിന്നുമാണ് പത്രങ്ങൾ എല്ലായിടത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ജോലിയാണ് ആരുടേത്? നമ്മുടെ ഷംസുദ്ദീൻ്റേത്. ഓക്കെ, അങ്ങനെ ഇരിക്കുകയാണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ആ ഒരു തുടക്കം വരുന്നത് അല്ലേ. സെക്കൻഡ് വേൾഡ് വാർ അതിശക്തമായി കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ന്യൂസ് പേപ്പർ ബിസിനസ്സിന് മാത്രമല്ല, മൊത്തം എല്ലാ ബിസിനസ്സും എല്ലാ രീതിയിലും ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും അല്ലേ. ഒരു യുദ്ധമൊക്കെ നടന്നാൽ അങ്ങനെയാണല്ലേ. അപ്പോൾ ഇവിടെ സെക്കൻഡ് വേൾഡ് വാറിനോട് കൂടിയിട്ട് അതിൻ്റെ ശക്തമായ ഒരു പീക്ക് ലെവലിലെത്തിയ സമയത്ത് ന്യൂസ് പേപ്പർ ബിസിനസ്സിനെയും അത് വല്ലാതെ നെഗറ്റീവായിട്ട് തന്നെ ബാധിച്ചു. The British government had placed a number of sanctions and rations on goods. Some things like a state of emergency now prevailed in the country. Our large family felt the difficulties actually. Food, clothes, the needs of the babies of the household all became difficult to procure. As the difficulties of the war continued to affect us, Shamsuddin came up with a proposal that excited and delighted me. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്താണ്, ചരക്ക് സാധനങ്ങൾക്കൊക്കെയുള്ള കയറ്റുമതിയും ഇറക്കുമതിയുമൊക്കെ, സാധനങ്ങൾ കയറ്റുമതിയും ഇറക്കുമതിയൊക്കെ ചെയ്യുന്നതിലൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു നിബന്ധന കൊണ്ടുവരികയാണ് ചെയ്തത്. കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്തത്. എല്ലാ സാധനങ്ങളും കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും ഒക്കെയുള്ള ഒന്നും സാധിക്കാതെ വരികയാണ് അവിടെയുള്ള ജനങ്ങൾക്കുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സാധനങ്ങളുടെ അവൈലബിലിറ്റി അവിടെ കുറയുകയാണ് ചെയ്തത്. എസ്പെഷ്യലി ഫുഡ്, ഡ്രസ്സ് സാധനങ്ങൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു അവർ. അതുകൊണ്ട് തന്നെ എല്ലാ ഫാമിലിയിലും എന്താണ് അനുഭവിച്ച പോലെ തന്നെ നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ വീട്ടിലും, അവരുടെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ബിഗ് ഫാമിലിയാണ്. അവർക്കും എന്ത് ചെയ്യാണ്, ആ ബിഗ് ഫാമിലിയിലും ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ് ചെയ്യുന്നത്. അവരും അത് അനുഭവിക്കുകയാണ് ചെയ്തത്. ആ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ്, APJ അബ്ദുൽ കലാമിൻ്റെ വീട്ടുകാർക്കും എന്താണ് ആവശ്യത്തിനുള്ള ഫുഡ്, അതുപോലെ ക്ലോത്ത്സ്, ഹൗസ് ഹോൾഡ് സാധനങ്ങൾ, വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും ഒരു യുദ്ധമുണ്ടായാൽ അങ്ങനെയാണല്ലോ, ലോകത്തൊരു യുദ്ധം നടന്നാൽ എല്ലാ സാധനങ്ങൾക്കും എന്താണ് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇരിക്കുന്ന വിഷമഘട്ടത്തിൽ ഇരിക്കുന്ന സമയത്താണ് APJ അബ്ദുൽ കലാമിൻ്റെ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഷംസുദ്ദീന് APJ അബ്ദുൽ കലാമിന് ഒരു നല്ലൊരു ജീവിതമാർഗം പറഞ്ഞു കൊടുക്കുന്നത്. അത് കേട്ടതും നമ്മുടെ APJ അബ്ദുൽ കലാം സർ എന്താവുകയാണ്, വളരെയധികം എക്സൈറ്റഡ് ആവുകയാണ് അല്ലേ. അതുപോലെ ഭയങ്കര ഡിലൈറ്റഡ്, ഭയങ്കര ഹാപ്പി ആവുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി അല്ലേ. ഓക്കെ, one fallout of the conditions was that the rail stop at Rameshwaram station had been done away with. What would happen to our papers then? How were they to be
collected and distributed to all the people of the town. Shamsuddin found a way out. The papers would be kept ready in large bundles as the train chugged down the Rameshwaram Dhanushkodi track. They would be flung out onto the platform, and that is where I came in. Shamsuddin offered me the enjoyable job of collecting these bundles of papers thrown from the moving train and then taking them around towns for distribution. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ, അതായത് രണ്ടാം ലോക മഹായുദ്ധം വന്നതോടുകൂടി ഒരുപാട് കാര്യങ്ങൾക്ക് നാട്ടുകാർ അല്ലെങ്കിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പരിണിത ഫലമായിട്ട് എന്തുകൂടി സംഭവിച്ചു, ഒരു കാര്യം കൂടി അവിടെ സംഭവിച്ചു. രാമേശ്വരത്തുള്ള ആ റെയിൽവേ സ്റ്റേഷനിൽ എന്ത് ചെയ്യുക, രാമേശ്വരത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നല്ലോ, അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതിനി വേണ്ട, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണം, രാമേശ്വരത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ ഇനി വേണ്ട എന്നുള്ള ഒരു നിയമം കൂടി ആര് കൊണ്ടുവരികയാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവരികയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഷംസുദ്ദീൻ എങ്ങനെ ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നൊക്കെ പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായി വന്നു അല്ലേ. കാര്യം അവർ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ന്യൂസ് പേപ്പർ കളക്ട് ചെയ്തിരുന്നതും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമം ആര് കൊണ്ടുവരികയാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നതോടുകൂടി അവർക്ക് അത് ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യുക എന്നുള്ളതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെയധികം ഒരു ബുദ്ധിമുട്ടായി അല്ലേ, അവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് അല്ലേ. പക്ഷേ അവിടെയും നമ്മുടെ ഷംസുദ്ദീൻ തോറ്റു കൊടുത്തില്ല. എന്താ പറയണത്, അദ്ദേഹം അതിനു വേണ്ടി ഒരു നല്ലൊരു മാർഗ്ഗം കണ്ടെത്തി അല്ലേ. അദ്ദേഹം നല്ല തലകുന്നായി ആലോചിച്ച് അദ്ദേഹം ഒരു മാർഗ്ഗം കണ്ടെത്തുകയാണ് ഉണ്ടായത്. അദ്ദേഹം കണ്ടെത്തിയൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ട്രെയിന് രാമേശ്വരം ധനുഷ്കോടി ഭാഗത്തേക്ക്, അവിടെ സ്റ്റേഷനില്ല അല്ലെങ്കിൽ റെയിൽവേ സ്റ്റോപ്പില്ല എന്നാണ് അവിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമം. അവിടെ റെയിൽവേ സ്റ്റേഷൻ പാടില്ല, അവിടെ സ്റ്റോപ്പ് അവിടെ നിർത്തരുത് എന്നുള്ള നിയമമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുവഴി പോകുന്ന സമയത്ത് രാമേശ്വരം ടു ധനുഷ്കോടി വഴി ട്രെയിന് പോകുമ്പോൾ രാമേശ്വരം പ്ലാറ്റ്ഫോമിലേക്ക് രാമേശ്വരം എത്താനാകുമ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് പേപ്പേഴ്സിൻ്റെ കെട്ടുകൾ എറിയുക. ഇതായിരുന്നു അദ്ദേഹം കണ്ടെത്തിയൊരു മാർഗ്ഗം അല്ലേ. അവിടെ നിന്നും പേപ്പേഴ്സ് കളക്ട് ചെയ്യുക, രാമേശ്വരത്തേക്ക് അവിടെയുള്ള പ്ലാറ്റ്ഫോമിലേക്ക് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ന്യൂസ് പേപ്പറിൻ്റെ ബണ്ടിലുകൾ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അവിടെ നിന്നും പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് പിന്നെ അത് സിമ്പിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക. ഇതായിരുന്നു നമ്മുടെ ഷംസുദ്ദീൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗം. ഇതിപ്പോൾ ആർക്കാണ് ഷംസുദ്ദീൻ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഡ്യൂട്ടി? APJ അബ്ദുൽ കലാമിനാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ നമ്മളുടെ ഷംസുദ്ദീൻ അങ്ങനെ ഒരു ഡ്യൂട്ടി APJ അബ്ദുൽ കലാമിന് കൊടുത്തപ്പോൾ, അന്ന് ചെറിയ പ്രായമാണല്ലേ, 8 വയസ്സായൊരു ഒരു ചെറിയൊരു ബാലനാണ്, കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മുടെ APJ അബ്ദുൽ കലാം അല്ലേ. ഒരു ന്യൂസ് പേപ്പർ ബോയ് ആയിരിക്കുകയാണ് അല്ലേ. ഓക്കെ, ദെൻ my enthusiasms knew no bounds. I was only 8, but I was going to contribute in a meaningful way to the household income. For many days, I had noticed the amount of food on my mother and grandmother's plates becoming lesser and lesser as they divided the portions between all of us. The children were always fed first, and I don't remember any of us ever going hungry. Obviously, the women were compromising on their nutrition for us. I readily accepted Shamsuddin's offer. അദ്ദേഹത്തിന് ഷംസുദ്ദീൻ ഇങ്ങനെ ഒരു ഡ്യൂട്ടി കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ്സിന് ഒരു അതിരില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം മൈ എന്തൂസിയാസം നോ ബൗണ്ട്സ്, എൻ്റെ സന്തോഷത്തിന് ഒരു അതിരില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് 8 വയസ്സായിട്ടുള്ളൂ അല്ലേ, ബട്ട് എന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് എൻ്റെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാമല്ലോ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത് അല്ലേ. യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റായി വീട്ടിലെ വീട്ടിലുള്ള എല്ലാവർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. യുദ്ധത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എല്ലാവരെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അല്ലേ. അത് അദ്ദേഹം ഇങ്ങനെയൊന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹം ഹെൽപ്ലെസ് ആണ്, ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ അത് കാണുക എന്നല്ലാതെ അദ്ദേഹത്തിന് മറ്റൊന്നും ചെയ്യാനില്ല. കാര്യം ചെറിയൊരു ബോയിയാണ് അല്ലേ. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷംസുദ്ദീൻ നമ്മുടെ APJ അബ്ദുൽ കലാമിന് നല്ലൊരു ഓഫർ കൊടുക്കുന്നത് അല്ലേ.
അപ്പോൾ വീട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, അവിടെയുള്ള ലേഡീസിനാണ് APJ അബ്ദുൽ കലാം സാർ പറയുന്നത് എന്താണ്, വീട്ടിൽ ഭക്ഷണമൊക്കെ ആർക്ക്, കുട്ടികൾക്ക് ആദ്യം കൊടുക്കും, പിന്നെ അവിടെയുള്ള മദറും ഗ്രാൻഡ് മദേഴ്സിനൊക്കെ എന്താണ്, ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അല്ലേ. കുട്ടികളുടെ വയറ് നിറക്കുക എന്ന ചിന്തയിൽ ആദ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, പിന്നെ എന്താ ബാക്കി ഫുഡൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. എല്ലാവർക്കും ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ പോലും പറ്റാത്തൊരു വളരെയധികം വിഷമ ഘട്ടത്തിലൂടെയാണ് അവർ കഴിഞ്ഞു പോയിരുന്നത് അല്ലേ. ആ ഒരു സമയത്താണ് ഷംസുദ്ദീൻ ഇങ്ങനെ ഒരു ഓഫർ നൽകുന്നത്. അത് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ APJ അബ്ദുൽ കലാം സ്വീകരിക്കുകയാണ് ചെയ്തത് അല്ലേ. തന്നാൽ കഴിയുന്ന രീതിയിൽ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് അദ്ദേഹം അത് സ്വീകരിക്കുകയാണ് ചെയ്തത് അല്ലേ. However, my new job had to be fitted into my regular routine. My studies and school had to continue as before. The delivery business had to be accommodated amidst all these other activities. Among my siblings and cousins, I had shown an early attitude for mathematics. My father had arranged for me to take tuitions from our mathematics teacher. However, my teacher had a condition that we students needed to reach his home at dawn after having taken a bath. So for a year, which was the duration of the tuition, I started my day while it was still dark outside, with my mother shaking me awake. She herself would have risen before me and got my bath ready. She would then help me bath and send me on my way to my teacher's home. There I would study for an hour and return at 5 a.m. But by then my father would be ready to take me to the Arabic school nearby. അപ്പോൾ എന്താ പറയുന്നത്, ഇനി APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത് അന്നൊരു ബോയ് ആണല്ലേ, സ്കൂൾ ബോയ് ആണ്, എന്താണ് 8 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് റെഗുലർ റുട്ടീനുകൾ, സ്കൂളിലേക്ക് പോകുന്നു, അതിന് മുന്നേയുള്ള കാര്യങ്ങൾ, പിന്നെ എന്താ ഹോംവർക്ക് ചെയ്യുക, അങ്ങനെ ഒരുപാട് റുട്ടീനുകൾ ഉള്ളതിൽ കൂടെ എന്തുകൂടെ ഇനി ആ റെഗുലർ റുട്ടീനിലേക്ക് ന്യൂ ജോബ് കൂടെ ഇനി എന്ത് ചെയ്യാനുണ്ട് എന്ന് പറയുന്നത്, ആഡ് ആക്കാനുണ്ട് അല്ലേ. അതുകൂടെ ഇനി ആ ഒരു ന്യൂ ജോബ് കൂടെ APJ അബ്ദുൽ കലാമിൻ്റെ റെഗുലർ റുട്ടീനിലേക്ക് ആഡ് ആക്കാനുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പഠനവും സ്റ്റഡീസും സ്കൂളിലേക്ക് പോകുന്ന കാര്യങ്ങളും എല്ലാം വേണം, അതിനോടൊപ്പം തന്നെ എനിക്ക് എന്തുകൂടെ കൊണ്ടുപോകണം, എൻ്റെ ഈ ബിസിനസ്, അതായത് ഈ ഡെലിവറി ബിസിനസ് കൂടെ, അല്ലെങ്കിൽ ഈ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ സംഭവം കൂടി എനിക്കതിലൂടെ തന്നെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് അല്ലേ. എന്നാലും പഠന കാര്യത്തിൽ നല്ല ഉഷാറായിരുന്നു നമ്മുടെ APJ അബ്ദുൽ കലാം അല്ലേ. മാത്തമാറ്റിക്സിലൊക്കെ നല്ല ഉഷാറായിരുന്നു. കസിൻസിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ APJ അബ്ദുൽ കലാമിന് മാത്സൊക്കെ നല്ല അറിവുണ്ടായിരുന്നു. എന്നാൽ പോലും ഫാദർ എന്ത് ചെയ്യുമായിരുന്നു, APJ അബ്ദുൽ കലാമിൻ്റെ ഫാദർ ഒരു സ്പെഷ്യൽ ട്യൂഷനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്യൂഷന് പോകണമെന്നുണ്ടെങ്കിൽ ആൾക്ക് നേരത്തെ ഏർലി മോർണിംഗിൽ 4 to 5 വരെ 1 hour ആയിരുന്നു APJ അബ്ദുൽ കലാമിന് മാത്സിൻ്റെ ട്യൂഷൻ ഉണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് നേരത്തെ അതിരാവിലെ തന്നെ മദർ എന്ത് ചെയ്യും, വെള്ളമൊക്കെ ചൂടാക്കി കുളിച്ച് അതിരാവിലെ തന്നെ എന്ത് ചെയ്യും, APJ അബ്ദുൽ കലാം എന്ത് ചെയ്യുമായിരുന്നു, മാത്സ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോവുമായിരുന്നു. ആ സാർക്ക് മാത്സ് എടുക്കുന്ന ടീച്ചർക്ക് നിർബന്ധമായിരുന്നു ഏർലി മോർണിംഗിൽ വരണം എന്നുള്ളത്. അങ്ങനെ 1 hour, അതായത് 4 to 5 o'clock വരെ അവിടെ മാത്സ് ക്ലാസ് കഴിഞ്ഞ് വന്ന പാടെ എന്ത് ചെയ്യുമായിരുന്നു, അവിടുന്ന് അപ്പോഴേക്കും ഫാദർ റെഡിയാവും. എന്തിനു വേണ്ടിയിട്ട്, തൊട്ടടുത്തുള്ള അറബിക് സ്കൂളിലായിരുന്നു നമ്മുടെ അബ്ദുൽ കലാം പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഫാദർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ നമ്മളുടെ APJ അബ്ദുൽ കലാം ഓർത്തെടുത്ത് പറയുകയാണ് കേട്ടോ. After my lesson was over, I would sprint to the railway station. Soon the engine smoke would be visible in the distance. The horn would be tooted loudly, and with a thunderous roar, the train would pass through the station. I had worked out the best spot from which to keep an eye out for the flying newspaper bundles. Like clockwork, they would be tossed out onto the platform. The train would then huff and puff away. Shamsuddin's person in the train would wave out to me, and my job would begin.
അങ്ങനെ എന്താണ് അബ്ദുൽ കലാം എന്താണ് അറബിക് സ്കൂളിൽ സ്റ്റഡീസും കഴിഞ്ഞ് ആളെന്ത് ചെയ്യുകയാണ്, അതെല്ലാം എല്ലാ കാര്യങ്ങളും സ്റ്റഡീസൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ആളെന്ത് ചെയ്യുകയാണ്, റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. കാര്യം എന്താണ്, ആളൊരു ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട് അല്ലേ, ഷംസുദ്ദീൻ ആൾക്കൊരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ആ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആൾ വരികയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. അപ്പോഴത്തേനും എന്താവും, ട്രെയിൻ വരുന്നുണ്ടാവും അല്ലേ. ഷംസുദ്ദീൻ്റെ ആൾ ആ ട്രെയിനിലുണ്ട്, എന്ത് വേണ്ടിയിട്ട്, ന്യൂസ് പേപ്പർ ബണ്ടിൽ പ്ലാറ്റ്ഫോമിലേക്ക് എറിയാനായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ എറിയുന്ന ന്യൂസ് പേപ്പർ ബണ്ടിൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആരുടെ ഡ്യൂട്ടി, APJ അബ്ദുൽ കലാമിൻ്റെ ഡ്യൂട്ടി. അത് നിർവഹിക്കാനായിട്ട് ആൾ പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ആ ഡ്യൂട്ടീസൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. I then picked up the bundles, divided them up into batches according to the neighborhood in which the papers had to be distributed, and off I went. For about an hour, I tore around Rameshwaram, delivering the papers to everyone. Soon, I began to identify people by the papers they read. Many would be waiting for me, and there would always be a friendly word or two. Some would tell me to hurry back home for school. I think most people enjoyed being handed their papers by a cheerful 8 years old. അപ്പോൾ എന്താ പറയുന്നത്, അങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് എറിഞ്ഞ ആ പേപ്പേഴ്സൊക്കെ ബണ്ടിലുകളാക്കിയിട്ട് ഓരോ ഏരിയയിലേക്ക് കൊടുക്കാനുള്ള ഒരു ഭാഗത്തിന് എന്ത് ചെയ്യാണ്, ബണ്ടിലുകളാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് നെക്സ്റ്റ് ഇനി എന്താണ് അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഓരോ ഏരിയയിലേക്ക് ഓരോരുത്തരുടെ കൈകളിലേക്ക് ഈ ന്യൂസ് പേപ്പേഴ്സ് എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലേ. അങ്ങനെ ഡെയിലി അത് തന്നെ ഇപ്പോൾ ഒരു നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു റുട്ടീനായി മാറിയല്ലോ. അങ്ങനെ ഡെയിലി അത് കൊടുത്ത് ആൾക്കാർക്ക് ഇപ്പോൾ എന്താണ് വളരെയധികം പരിചിതനായ ഒരാളായി മാറിയിട്ടുണ്ട് ഈ 8 വയസ്സായ അബ്ദുൽ കലാം എന്ന് പറയുന്ന ബോയ് അല്ലേ. അങ്ങനെ എന്താണ് പിന്നെ നല്ല തമാശകളൊക്കെ പറയുമായിരുന്നു. അതുപോലെ പേപ്പർ കൊണ്ട് കൊടുക്കുമ്പോൾ ചിലരൊക്കെ സ്നേഹത്തോട് പറയും അത്രേ, എന്ത് പറയും, വേഗമൊക്കെ പൊക്കോളൂ, തന്നിട്ട് വേഗം പൊക്കോ, സ്കൂളിൽ ലേറ്റ് ആവേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോട് കൂടിയിട്ടൊക്കെ അബ്ദുൽ കലാമിൻ്റെ അടുത്ത് പറയുമായിരുന്നു അത്ര കേട്ടോ. അപ്പോൾ അബ്ദുൽ കലാം പറയുകയാണ്, എന്താണ് ഒരു 8 വയസ്സായ ഒരു ചെറിയൊരു കുഞ്ഞല്ലേ ഇങ്ങനെ പേപ്പറൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരു ന്യൂസ് പേപ്പർ ബോയ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യണത്. അത് കാണുമ്പോൾ ചിലരെങ്കിലും അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് ആർക്ക് തോന്നുകയാണ്, APJ അബ്ദുൽ കലാം സാറിന് തോന്നുകയാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഓർത്തെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് അല്ലേ. നെക്സ്റ്റ്, അവർ ടൗൺ ബീയിങ് on the east coast, by the time the work was over at 8 a.m., the sun would be high up in the sky. Now I headed back home, where my mother waited with breakfast. A simple meal would be served, but how hungry I was. My mother made sure I ate every morsel before sending me off to school, but my work did not end there. അങ്ങനെ എന്താണ് 8 വയസ്സായ APJ അബ്ദുൽ കലാം എന്ത് ചെയ്യാണ്, ന്യൂസ് പേപ്പേഴ്സൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ ഡ്യൂട്ടീസും ഏറ്റെടുത്ത ഡ്യൂട്ടീസൊക്കെ കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്, തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴത്തേനും എന്തായിട്ടുണ്ടാവും, നല്ല വെളിച്ചൊക്കെ വെച്ച് ഏകദേശം ഒരു 8 മണിയൊക്കെ ആവാറായിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ എന്താണ്, ഉമ്മ എന്താ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ലൈറ്റ് മീലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക, പക്ഷേ എന്നാൽ പോലും അതൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അത് ഫുള്ള് കഴിച്ചിട്ട് ഒരു വറ്റ് പോലും അല്ലേ, മോസൽ എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം പോലും ബാക്കിയാക്കാതെ മോനെ കൊണ്ട് കഴിപ്പിച്ചിട്ടേ എന്ത് ചെയ്തിരുന്നുള്ളൂ, ഉമ്മ മകനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ അപ്പോഴും എന്താണ് APJ അബ്ദുൽ കലാം സാർ എന്താ പറയുന്നത്, ബട്ട് മൈ വർക്ക് ഡിഡ് നോട്ട് എൻഡ് ദർ. പക്ഷേ എന്നാലും എൻ്റെ വർക്ക് അവിടെ തീർന്നിട്ടില്ല, ഇനിയും വർക്ക് ബാക്കിയാണ് അല്ലേ. എന്താണ് വർക്കുകളുള്ളത്? In the evening, after school was over, I would do the rounds of Samsuddin's customers again, collecting dues. Then I would meet him so that he could work out the accounts of the day. At that time, sitting somewhere near the sea, with the breeze blowing in Jalaluddin or Shamsuddin would finally open up the day's paper. All of us would pore over the black type of the Dinamani. അങ്ങനെ ഈവനിങ് സ്കൂളിലേക്ക് പോയി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോയി, ഈവനിങ് ഒക്കെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈവനിങ് തിരിച്ച് വന്നതിന് ശേഷം വീണ്ടും ഡ്യൂട്ടി ഉണ്ട് അല്ലേ. ഷംസുദ്ദീൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം,
ഡ്യൂസ് കളക്ട് ചെയ്യണം, അതായത് ക്യാഷ് കളക്ട് ചെയ്യാനുണ്ട്, പത്രം കൊടുത്തതിനുള്ള ക്യാഷ് കളക്ട് ചെയ്യണം. അത് എന്നിട്ട് ഷംസുദ്ദീനെ ഏൽപ്പിക്കണം. അതിൻ്റെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യണം, കണക്ക് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കണം. ഇതാണ് പിന്നീട് സ്കൂൾ ഈവനിങ്ങിൽ ടൈമിൽ APJ അബ്ദുൽ കലാമിന് ചെയ്യാനുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്യും, കുറച്ച് അതൊക്കെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം എന്താണ് അവർ ജലാലുദ്ദീനോ അല്ലെങ്കിൽ ഷംസുദ്ദീനോ ആരെങ്കിലും ഒരാൾ എന്താണ് എപ്പോഴും അവരുടെ ഒരു കടൽ തീരത്തൊക്കെ ഇരുന്നിട്ട് ഒരു ന്യൂസ് പേപ്പർ, അവരുടെ ആ ഭാഗത്ത് ഫേമസ് ആയിരുന്ന ദിനമണി എന്ന് പറഞ്ഞാൽ തമിഴ് ന്യൂസ് പേപ്പർ എടുത്തിട്ട് അവർ റീഡ് ചെയ്യും അല്ലേ. റീഡ് ചെയ്യുന്ന സമയത്താണ് അവരൊരുപാട് എന്താണ് അവരുടെ ആ ഒരു കുഞ്ഞു ലോകത്ത് നിന്നും വലിയ ലോകം ആ ന്യൂസ് പേപ്പറിലൂടെ കാണാൻ സാധിക്കുന്നതിൽ ഒരുപാട് അറിവുകൾ, ഒരുപാട് എന്താണ് നേതാക്കന്മാരെ പറ്റിയിട്ടും ഒക്കെ അവർ അറിയുന്നത് അല്ലേ. ഗാന്ധിജി, അതുപോലെ കോൺഗ്രസ്, ഹിറ്റ്ലർ, പെരിയാർ, അങ്ങനെയുള്ള EV രാമസ്വാമി ഇവരൊക്കെ പറ്റിയിട്ട് അറിയുന്നത് എന്താണ്, ഇങ്ങനെ ന്യൂസ് പേപ്പറൊക്കെ റീഡ് ചെയ്യുമ്പോഴാണ് അല്ലേ. Their words would hang in the evening air. I would trace the photos and words with my fingers അല്ലെ. അങ്ങനെ ന്യൂസ് പേപ്പറിൽ നോക്കിയിട്ട് ഇങ്ങനെ ഈ ഗാന്ധിജിയും ഹിറ്റ്ലർ ഇവരൊക്കെ പറ്റി ഇങ്ങനെ റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ പിക്ചേഴ്സ് ഇങ്ങനെ പത്രത്തിലുണ്ടായിരിക്കും, ന്യൂസ് പേപ്പറിലുണ്ടായിരിക്കും. അതിങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യുമായിരുന്നു, ട്രേസ് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത് APJ അബ്ദുൽ കലാം സർ ചെയ്തിരുന്ന കാര്യങ്ങളാണ് കുഞ്ഞിൽ ചെയ്തിരുന്നത്. വണ്ടറിങ് വാട്ട് I must be like to be out there in the larger world with all of them. Maybe I thought to myself, one day I would go to the big cities like Madras, Bombay and Calcutta. What would I say if I never go to meet people like Gandhi and Pandit Nehru? But such thoughts were soon interrupted by the calls of my playmates and then the call for dinner. There was homework to be done, and even an 8-year-old has only that much energy to spend. By 9 p.m. I would be fast asleep, as the next day more studies and the life of a working man lay in store. അങ്ങനെ എന്താണ് ഇങ്ങനെയുള്ള ഗാന്ധിജിനെ പോലെയുള്ളവരെയൊക്കെ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ APJ അബ്ദുൽ കലാം സാർ എന്ത് ചെയ്യും, ഇങ്ങനെ ഔട്ട്ലൈനൊക്കെ വരച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആളിങ്ങനെ ചിന്തിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്ത് കുറേ കഴിഞ്ഞാൽ വലുതായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള വലിയ വലിയ മദ്രാസ്, ബോംബെ, കൊൽക്കട്ട പോലെയുള്ള സിറ്റീസിലേക്കൊക്കെ ഞാനും പോവുമായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലിങ്ങനെ സ്വയമേ ഇങ്ങനെ ചോദിക്കുമായിരിക്കും. അതുപോലെ ഇനിയിപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് എന്താ പറയുക എന്നൊക്കെയുള്ള ആ ഒരു കുഞ്ഞു മനസ്സിൽ തോന്നിയിരുന്ന ഓരോരോ ചിന്തകളാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എന്താണ് പ്ലേമേറ്റ്സ്, അതായത് കളിക്കൂട്ടുകാർ വന്ന് കളിക്കാൻ വിളിക്കും. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് എന്താണ് വീട്ടിലേക്ക് ഈവനിങ്ങിന് തിരിച്ചു പോകും. അങ്ങനെ ഹോംവർക്കൊക്കെ എഴുതണം ഉണ്ട്. പക്ഷേ 8 വയസ്സായ ഒരു മോന് എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത് അല്ലേ. അത് എന്താണ് സ്കൂളിൽ പോകുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നു അല്ലേ, എന്താണ് ന്യൂസ് പേപ്പർ ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പിന്നെ ഒരു ഹോംവർക്കിനും കൂടിയുള്ള ത്രാണി ആർക്കില്ല ഉണ്ടായിരുന്നില്ല. 8 വയസ്സായിട്ടുണ്ടായിരുന്നു നമ്മുടെ APJ അബ്ദുൽ കലാമിന് ഉണ്ടായിരുന്നില്ല. 9 മണിയാകുമ്പോഴേക്കും എന്ത് ചെയ്യുമായിരുന്നു, ഐ വുഡ് ബി ഫാസ്റ്റ് സ്ലീപ്പ്, എനിക്ക് പെട്ടെന്ന് ഉറക്കം വരുമായിരുന്നു, ഞാനങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു. നെക്സ്റ്റ് മോർണിംഗിലും വീണ്ടും ഇതേ റുട്ടീനുകൾ തന്നെ ചെയ്യാനുള്ളതാണ് അല്ലേ. എണീക്കണം, മാത്സ് ട്യൂഷന് പോകണം, അറബിക് സ്കൂളിൽ പോയിട്ട് സ്കൂളിലെ കാര്യങ്ങൾ നോക്കണം, വന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, മദ്രസ കഴിഞ്ഞ് വന്നാൽ എന്ത് ചെയ്യണം, പത്രം കളക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, വീണ്ടും സ്കൂളിലേക്ക് പോകണം, സ്കൂളിൽ നിന്ന് വൈകിട്ട് വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, ക്യാഷ് കളക്ട് ചെയ്ത് ഷംസുദ്ദീനെ ഏൽപ്പിക്കണം. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വീണ്ടും ഇതിങ്ങനെ ഒരു റുട്ടീനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. യെസ്, this routine continued for about a year. In that 1 year of running around with the papers, I grew taller and browner. I also learned that I could now judge quite accurately the distance I could cover at a sprint with a bundle of papers in my hand. Hence, I could time my arrival at various localities at the same time every day. I could calculate in my head the amount owed to Samsuddin by each of his subscribers and could reel off the names of those who had not paid up that day. Mostly, I learned that to be a working man meant you had to be up and ready to face the day, whatever else may happen to you.
അപ്പോൾ ഇങ്ങനെ ആ ഒരു റുട്ടീൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ടുണ്ട് അല്ലേ. ആ ഒരു സ്കൂൾ പഠന രീതിയും ഒപ്പം ഈ എന്താണ് ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യുന്നതും അത് ഡിസ്ട്രിബ്യൂട്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു റുട്ടീനായി മാറിയിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി തുടങ്ങിയിട്ട്. അപ്പോഴത്തേനും ആൾ കുറച്ചും കൂടിയൊക്കെ ഹൈറ്റൊക്കെ വെച്ച് കുറച്ചും കൂടിയൊക്കെ ഡാർക്ക് ആയിട്ടുണ്ട്, കുറച്ചും കൂടി ബിഗ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അങ്ങനെ എല്ലാത്തിനും പൊരുത്തപ്പെട്ട് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തിട്ട് ആളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ഒരു വർഷത്തോളമായി ആൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോഴത്തേനും ഓരോ കാര്യങ്ങളും ഫ്ലുവൻ്റ് ആവാൻ തുടങ്ങി അല്ലേ. അതായത് ഓരോ ബണ്ടിൽ ഓരോരോ ഏരിയകളിൽ കാണുക എന്നുള്ളതും ഓരോ ആൾക്കാരിൽ നിന്നും ക്യാഷ് കളക്ട് ചെയ്യുന്ന രീതിയും എല്ലാം വളരെയധികം കൃത്യതയോടുകൂടി വളരെ പെർഫെക്റ്റായിട്ട് നമ്മുടെ APJ അബ്ദുൽ കലാം സാറിന് ചെയ്യാനായിട്ട് സാധിക്കാൻ തുടങ്ങി. എന്താണ് ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യാനും തുടങ്ങി. മാത്രമല്ല ഓൾറെഡി അങ്ങനെ തന്നെയാണ്, പക്ഷേ ഒന്നുകൂടെ എന്താവുകയാണ് ഉഷാറാവാൻ ആൾ തുടങ്ങി അല്ലേ. യെസ്. However, tuition, prayers, all carried on, but the Madras Dhanushkodi mail would not wait for me. I had to be present at the station at the correct time and at the correct point to collect the bundles as they came flying in. It was my first brush with taking up a responsibility and seeing to it that I kept my words to my cousin Samsuddin, no matter what. It was also the most enjoyable time and I loved every moment of it. Often, notwithstanding the intense tiredness every night. ഓക്കെ. അപ്പോൾ എന്നിരുന്നാലും അതായത് ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഡെയിലി റുട്ടീനായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിൽ ട്യൂഷനുണ്ട്, പ്രയേഴ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ആളത് കറക്റ്റിന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം എന്തുകൂടെ അത് കറക്റ്റിന് ചെയ്യണം. മദ്രാസ് ധനുഷ്കോടി മേലെത്തുമ്പോഴേക്കും നമ്മളവിടെ ഒപ്പം തന്നെ എന്ത് ചെയ്യാണ്, മദ്രാസ് ധനുഷ്കോടി മെയിൽ വരുമ്പോൾ അവിടെ പേപ്പർ കളക്ട് ചെയ്യുന്നു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യാണ്, എല്ലാ കാര്യങ്ങളും കറക്റ്റിന് ചെയ്യുക കൂടിയാണ് അല്ലേ. ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക കാര്യങ്ങൾ അത് അദ്ദേഹം ഏറ്റെടുത്തൊരു ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുകൂടി ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ. അത് ഷംസുദ്ദീന് കൊടുത്ത വാക്കാണ് അല്ലേ, അത് പാലിക്കുക കൂടി ചെയ്യണം അല്ലേ. അപ്പോൾ അതെല്ലാം എന്താണ് നമ്മുടെ APJ അബ്ദുൽ കലാം വളരെയധികം ഭംഗിയോടുകൂടി തന്നെ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. My mother often fretted about my taking up this additional work and the toll it was taking on me, but I shook my head and smiled at her, knowing that my earnings were somehow helping us all, and that she was secretly proud of me for having taken on the role of a working man at the age of 8, kept me going with a smile on my face. A working man at the age of 8. പക്ഷേ എന്താണ് അദ്ദേഹം പറയുകയാണ്, APJ അബ്ദുൽ കലാം പറയുകയാണ്, ലാസ്റ്റ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ഓടിപ്പാച്ചിലുകളിൽ സ്കൂൾ പഠന കാര്യങ്ങൾ ഒപ്പം എക്സ്ട്രാ ഡ്യൂട്ടീസ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇത് ചെയ്യുമ്പോൾ എത്രയായാലും അമ്മയ്ക്ക് എന്താണ് മദറിനത് കാണുമ്പോൾ എത്രയായാലും സഹിക്കില്ല അല്ലേ. അപ്പോൾ വിഷമമൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ പോലും ഉള്ളിൽ തന്നെ ഓർത്ത് അല്ലെങ്കിൽ APJ അബ്ദുൽ കലാമിനെ ഓർത്തിട്ട് ഒരു പ്രൗഡ് മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു അവരുടെ മദറിന് അല്ലേ. തിരിച്ച് എന്താണ് APJ അബ്ദുൽ കലാമിനാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ. 8 വയസ്സേ ആയിട്ടുള്ളൂ എങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ കുടുംബത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സഹായം, ഒരു ഹെൽപ്പ് ആവാൻ സാധിക്കുന്നുണ്ട് എന്ന ആ ഒരു സംതൃപ്തി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക പ്രൗഡ് മൊമെൻറ്റിൽ തന്നെയാണ് APJ അബ്ദുൽ കലാം ഉള്ളത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ നമ്മുടെ ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.